നമസ്കാരം. ലെറ്റ്സ് ട്രാവൽ വിത്ത് ജെക്കെയുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പോകാൻ പോകുന്നത് ഇമോ സ്റ്റേറ്റിലാണ്. ഇവിടെ നിന്ന് റിവർ സ്റ്റേറ്റിൽ നിന്ന് ഇമോ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. ഇപ്പം സമയം ഇവിടെ രാവിലെ 8 മണി. ഇമോ സ്റ്റേറ്റിലെ കാഴ്ചകൾ കാണാം. ഞാനിപ്പോൾ നൈജീരിയയിലെ റിവർ സ്റ്റേറ്റിലാണുള്ളത്. റിവർ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലായ പൊട്ടാക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും രാവിലെ നമ്മളിത് ഇപ്പോൾ ഇമോ സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. ഇവിടെ രാവിലെ തന്നെ ആയതുകൊണ്ട് ട്രാഫിക്കുകളൊക്കെ കുറവാണ്, വാഹനങ്ങൾ കുറവാണ്. എല്ലാ റോഡിലൊക്കെ എം ടി ആയിട്ടാണ് കാണുന്നത്. നമുക്ക് വേഗം ഇമോ സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് എന്ന് വെച്ചാൽ നമ്മളെ പൊട്ടാക്കോട്ട് എയർപോർട്ട് റോഡാണ്. ഈ കാണുന്നതാണ് എയർപോർട്ട് റോഡ്. അവിടുന്ന് വലത്തോട്ടേക്ക് ഈ കാണുന്നതാണ് എയർപോർട്ട് റോഡ്. അങ്ങോട്ട് പോയാൽ എയർപോർട്ടിലെത്തും. പിന്നെ ഇത് ഇമോ സ്റ്റേറ്റിലേക്ക് പോകേണ്ട സ്ട്രെയിറ്റ് ഹൈവേ ആണ്. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. വല്ല ട്രാഫിക്കൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇമോ സ്റ്റേറ്റിൽ എത്താൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പിന്നെ പൊട്ടാക്കോട്ടിനെ പറ്റിയും റിവർ സ്റ്റേറ്റിനെ പറ്റിയും ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും. ഈ സ്ഥലത്തെ പറ്റിയും പൊട്ടാക്കോട്ടിനെ പറ്റിയും റിവർ സ്റ്റേറ്റിനെ പറ്റിയും. അങ്ങനെ ഇവിടെ ഒരു ചെറിയ ചെക്കിംഗ് ഉണ്ട് കേട്ടോ, പോലീസ് ചെക്കിംഗ് ഉണ്ട്. അപ്പം അത് കഴിഞ്ഞപാട് നമ്മൾ എത്തുന്നത് ഇമോ സ്റ്റേറ്റും റിവർ സ്റ്റേറ്റുമായിട്ടുള്ള ബോർഡറാണ്. അപ്പം അതിൻ്റെ ആ ബോർഡറിൽ കാണുന്ന ട്രാഫിക്കാണ് ഇത്. അത് കഴിഞ്ഞപാട് നമ്മൾ ഇമോ സ്റ്റേറ്റിൽ എൻ്റർ ആവും. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒവേരി എന്ന് പറഞ്ഞാൽ ഇമോ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലിലേക്കാണ്. ഒവേരിയിലേക്ക് 20 കിലോമീറ്ററും കൂടി യാത്ര ചെയ്യാനുണ്ട്. നമ്മൾ ഓൾറെഡി ഇമോ സ്റ്റേറ്റിലാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് 20 കിലോമീറ്റർ കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലായ ഒവേരിയിലെത്തും. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഒവേരിയിലെത്തി. ഇമോ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലായ ഒവേരിയിലെത്തി. ചെറിയൊരു മഴച്ചാറലുണ്ട് കേട്ടോ ഇവിടെ. നല്ല ട്രാഫിക്കുണ്ട്. അതിനണക്കായ ഞാൻ കാണുന്ന സ്റ്റാറ്റു ഉണ്ട്, അതാണ് ഫ്രീഡം സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം
അവിടത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്.